മെയ് 14 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധ മത്തിയാസ്, ടാർസസിലെ വിശുദ്ധ ബോണിഫസ് ഫെറന്റീനോ ബിഷപ്പ്, വിശുദ്ധ കാർത്തജ് ജൂനിയർ, വിശുദ്ധ വിക്ടർ, വിശുദ്ധ കൊറോണ, വിശുദ്ധ ഡെറുവിയാനുസ്, വിശുദ്ധ എങ്കൽമർ. വിശുദ്ധ മത്തിയാസ് ലീഗ 80-ാം ആണ്ടിലാണ് വിശുദ്ധ മത്തിയാസ് ലീഗ ജീവിച്ചിരുന്നത്. മത്തിയാസ് എന്ന പേരിന്റെ അർത്ഥം യാഹവയുടെ സമ്മാനം എന്നാണ്. കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം അവിടുത്തെ ശിഷ്യന്മാർ ദൈവമാതാവിനോടൊരുമിച്ച് അത്താഴമുറിയിൽ പരിശുദ്ധാത്മാവിനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഒരു പ്രധാന കാര്യം നിർവഹിക്കാനുണ്ടായിരുന്നു. യൂദാസിന്റെ സ്ഥാനത്ത് വേറൊരാളെ നിയോഗിക്കേണ്ടിയിരുന്നു. അവന്റെ ആചാര്യസ്ഥാനം മറ്റൊരുവൻ സ്വീകരിക്കട്ടെ എന്ന് സങ്കീർത്തകൻ എഴുതിയിട്ടുണ്ടല്ലോ. ആകയാൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഭൂമിയിലായിരുന്ന കാലത്തെല്ലാം യോഹന്നാൻ ജ്ഞാനസ്നാനം നൽകിയത് മുതൽ അവിടുന്ന് ആരോഹണം ചെയ്തതുവരെ ശിശു സമൂഹത്തിലുണ്ടായിരുന്നവരിൽ ഒരുവൻ പുനരുത്ഥാനത്തിന് സാക്ഷിയാകണം. അവർ 2 പേരുടെ നാമം നിർദ്ദേശിച്ചു. യൂസ്തുസ് എന്ന് വിളിക്കപ്പെടുന്നവനും ബർണബാസ് എന്ന അപരനാമമുള്ളവനുമായ യൗസേപ്പിനെയും മത്തിയാസിനെയും. അനന്തരം അവർ ഇങ്ങനെ അപേക്ഷിച്ചു: സകലരുടെയും ഹൃദയങ്ങൾ കാണുന്ന കർത്താവെ, യൂദാസ് സ്വന്തം കുറ്റത്താൽ ശ്ലൈഹിക സ്ഥാനവും ആചാര്യസ്ഥാനവും നഷ്ടപ്പെടുത്തി. അവൻ അർഹിക്കുന്ന സ്ഥാനത്തേക്ക് അങ്ങ് ആരെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരിക. പിന്നീട് അവർ നറുക്ക് മത്തിയാസിനെ കെട്ടി. അങ്ങനെ അദ്ദേഹം 11 സ്ലീഹന്മാരുടെ കൂടെ എണ്ണപ്പെട്ടു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 21 മുതൽ 26 വരെ വാക്യങ്ങൾ. മറ്റ് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തതുപോലെ തന്നെ മത്തിയാസിന് മുൻകൂട്ടി തന്നെ ഉണ്ടായിരുന്ന ഗുണങ്ങൾ വിലയിരുത്തിയല്ല യേശു അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്. മറിച്ച് അദ്ദേഹം യോഗ്യതയുള്ളവനായി തീരും എന്ന ഉറപ്പിലാണ്. നാം ഏവരെയും ദൈവം തിരഞ്ഞെടുക്കുന്നത് ഈ രീതിയിലാണ് എന്ന് അലക്സാൻഡ്രിയയിലെ വിശുദ്ധ ക്ലെമന്റ് പറയുന്നു. ഇതര അപ്പസ്തലന്മാരുടെ കൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച മത്തിയാസ് ശരീര നിഗ്രഹത്തെക്കുറിച്ച് അത്യുത്സാഹത്തോടെ പ്രസംഗിക്കുകയുണ്ടായെന്ന് അലക്സാൻഡ്രിയയിലെ വിശുദ്ധ ക്ലെമന്റ് പറയുന്നു. അദ്ദേഹം കപ്പദോക്യയിലും കാസ്പിയൻ സമുദ്ര തീരത്തുമാണ് സുവിശേഷം പ്രസംഗിച്ചത്. എത്യോപ്യയിൽ വെച്ച് മത്തിയാസ് രക്തസാക്ഷിത്വ കിരീടം നേടി. ഇന്നേ ദിവസം ഈ വാക്കുകൾ നമുക്ക് വിചിന്തനം ചെയ്യാം. മത്തിയാസിന്റെ വിളി ദൈവത്തിന്റെ പ്രത്യേക പരിപാലനയിലാണ് വ്യക്തമായത്. നമ്മുടെ ദൈവവിളിയും ദൈവപരിപാലനയിൽ ഉണ്ടായിട്ടുള്ളതാണ്. അതിനാൽ നാം നന്ദിയുള്ളവരായിരിക്കേണ്ടതാണ്. ഏസാവിനെ ഞാൻ ഇഷ്ടപ്പെട്ടില്ല, യാക്കോബ് എനിക്ക് പ്രിയങ്കരനാണ്. അങ്ങനെ സൗജന്യമായ ഒരാഹ്വാനമാണ് നമുക്കും ലഭിച്ചിട്ടുള്ളത് എന്ന് നമ്മളിപ്പോൾ ഓർമ്മിക്കേണ്ടതാണ്. വിശുദ്ധനായ മത്തിയാസ് ലീഹായെ ലോകത്തുള്ള എല്ലാ പാപികൾക്കും വേണ്ടി പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.